ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പുരുഷൻ തൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്നും രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പുരുഷന്മാരല്ല സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. വേറെ ഒന്നുമല്ല, കെയറിങ് ആണ്. ജോലിക്കൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് മടുത്ത് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ കൊടുക്കണം എന്നാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുക. അതായത് അവർ ജോലിയൊക്കെ ചെയ്ത് മടുത്ത് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത് പോയിട്ട് ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവർ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ എന്താ കഴിച്ചത്, ഫുഡൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ മെസ്സേജോ അല്ലെങ്കിൽ ചെറിയ കോളൊക്കെ ചെയ്ത് അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സന്തോഷവും അതേപോലെ തന്നെ ഒരുപാട് ആശ്വാസവും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണിത്. ഇതാണ് നമ്മുടെ ഒന്നാമതായിട്ട് വരുന്ന കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോൺട്രിബ്യൂഷനാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ജോലിക്കൊക്കെ പോയി മടുത്ത് ക്ഷീണിച്ച് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈഡിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മണിയൊക്കെ കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. അതായത് ഒരു ബാക്ക് ബോൺ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസം. സപ്പോസ് നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ജോലിയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാക്ക് ബോൺ സപ്പോർട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, വാശിയാണ്. അതായത് ചില സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ പെൺകുട്ടികൾ, അവർക്ക് കണ്ണി കാണുന്നതും കൈ കിട്ടുന്നതും മുഴുവൻ എല്ലാം ആവശ്യമാണ്. അതായത് എന്ത് കാര്യം കണ്ടാലും അല്ലെങ്കിൽ എന്ത് സാധനമോ വസ്തു എന്ത് കണ്ടാലും അവർക്കത് അപ്പം തന്നെ വേണം. പക്ഷെ പല പുരുഷന്മാർക്കും ഈ വാശികളും കാര്യങ്ങളും ഒന്നും ഒട്ടും ഇഷ്ടമുള്ളതല്ല. മറിച്ച് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ട സാധനം, അതായത് നിങ്ങൾ എന്തെങ്കിലും സാധനം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, എനിക്കത് വാങ്ങിത്തരുമോ, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ചോദിക്കുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്. അല്ലാതെ എനിക്കത് വാങ്ങിത്തന്നേ, മര്യാദയ്ക്ക് എനിക്കത് വാങ്ങിത്തന്നോ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പുരുഷന്മാർക്കും ഇഷ്ടമുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കണം. അല്ലാതെ ആജ്ഞാപിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ വാശി പിടിക്കുക, ദേഷ്യം കാണിക്കുക, കരയുക, പിണങ്ങുക, വഴക്കുണ്ടാക്കുക, ഇതൊന്നും ഒട്ടുമിക്ക ഒരു പുരുഷന്മാർക്കും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവർക്കൊട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം വേണമെങ്കിൽ അത് സ്നേഹത്തിൽ വേണം അവരോട് പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, സോഷ്യൽ മീഡിയ ആണ്. നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ടല്ലേ, എല്ലാവരും യൂസ് ചെയ്യുന്നവരുമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ പ്രൈവസി എല്ലാ കാര്യങ്ങൾക്കും വേണം. അതിപ്പോൾ കല്യാണം കഴിച്ചവർക്കാണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും ആർക്കാണെങ്കിലും നമ്മൾ ഒരു പ്രൈവസി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്കും കുറേ അധികം പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എന്നാൽ ചിലരുണ്ട്, ചില ഭാര്യമാർ ഹസ്ബൻഡൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും അവരുടെ ഫോൺ വാങ്ങിച്ചിട്ട് എല്ലാ സോഷ്യൽ മീഡിയ എല്ലാം എടുത്ത് നോക്കുന്നു, ആരെയാണ് വിളിച്ചതെന്ന് അന്വേഷിക്കുന്നു. ഇപ്പോൾ അൺനോൺ നമ്പർ ആണെങ്കിൽ അവർ ചിലപ്പോൾ തിരിച്ച് വിളിക്കുന്നു, അല്ലെങ്കിൽ ചോദിക്കും ഇതാരെയാണ് വിളിച്ചത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ചോദ്യം ചെയ്യുക, വഴക്കിടുക, ഇതൊന്നും ഒരു പുരുഷന്മാർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളേ അല്ല. അവരൊന്നും ഒരിക്കലും ഈ ഒരു കാര്യം സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല. അവരെല്ലാം ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ജോളിയായിട്ട് അവരെ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു ഭാര്യനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സപ്പോർട്ടീവാണ്. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് തീരുമാനം എടുത്താലും അതിനൊക്കെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം നിങ്ങൾ സ്ത്രീകൾ. അവരെടുക്കുന്ന എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ എന്ത് തീരുമാനമാണോ ആ കാര്യങ്ങൾക്കൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകളെയാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്. അവർക്കൊരു എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് എല്ലാം നിങ്ങളോട് ഓപ്പണായിട്ട് പറയണം. മറിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു നിങ്ങളോട് പറയുമ്പോഴത്തേക്കും
നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്, എനിക്കൊന്നും കേൾക്കണ്ട. ഇങ്ങനെയൊക്കെ പറയുന്നത് ഏകദേശം അവരെ തളർത്തുന്ന പോലെയാണ്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീകളെയും ഒരിക്കലും ഒരു പുരുഷന്മാരും ആഗ്രഹിക്കത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുവാണ്. അത് മുമ്പോട്ട് സക്സസ് ആകാതിരിക്കാം. എന്നിരുന്നാലും ആ ഒരു കാര്യം പറഞ്ഞിട്ട് എപ്പോഴും വഴക്കിടുക, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഇതൊന്നും ഒരു പുരുഷന്മാരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അല്ല. അവർക്ക് അവരുടെ എല്ലാ കാര്യത്തിനും കട്ട സപ്പോർട്ടായിട്ട് നിന്ന് കൂടെ എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു വൈഫിനെയാണ് എല്ലാ പുരുഷന്മാർക്കും വേണ്ടത്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. അപ്പോൾ ഇനി പറഞ്ഞ 5 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് വേണ്ടി ചെയ്യണം. പിന്നെ ഇതൊന്നും അറിയില്ല നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ അതായി ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.